നമ്മുടെ കൊല്ലത്ത് നമ്മുടെ ആശ്രമ മൈതാനത്ത് നടക്കുന്ന ടൈറ്റാനിക്കിൻ്റെയും ഗുണ കേവിൻ്റെയും കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഇത് കൂടാതെ ഒരു കിടുക്കാഴ്ചയായിട്ടും കൂടിയുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം, കാരണം അതൊരു സർപ്രൈസ് എലമെൻ്റ് ആണ്. ടിക്കറ്റ് നിരക്ക് 100 രൂപയാണ്. അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 9:30 വരെയും പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 വരെയുമാണ് പ്രവേശന സമയം. ഇംഗ്ലണ്ടിൽ നിന്നും ന്യൂയോർക്കിലേക്ക് 1912 ഏപ്രിൽ മാസം 10-ാം തീയതി യാത്ര ആരംഭിച്ച് 3-ാം പക്കം ഒരു പടുകൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന ആഡംബര കപ്പലാണ് RMC ടൈറ്റാനിക്. തൻ്റെ ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായ വിധിയുടെ തുരുമ്പെടുത്ത അടയാളം ടൈറ്റാനിക്. ചരിത്രത്തിലെ അത്ഭുത നായകനിൽ നിന്നും ഒരൊറ്റ രാത്രി കൊണ്ട് ഭൂലോക തോൽവിയായ ടൈറ്റാനിക്. ഇത് ടൈറ്റാനിക്കിൻ്റെ കഥയാണ്. 20-ാം നൂറ്റാണ്ടിലെ യാത്രാ സൗകര്യത്തിനായി ആളുകൾ ആശ്രയിച്ചിരുന്നത് കപ്പലുകളെ ആയിരുന്നു. കൂടുതൽ ആളുകളെ തങ്ങളുടെ കപ്പലിലേക്ക് ആകർഷിക്കാൻ കപ്പൽ കമ്പനികൾ തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന കാലഘട്ടം. ഇംഗ്ലണ്ടിലെ കിരീടം വെച്ച 2 കപ്പൽ കമ്പനികൾ ആയിരുന്നു കുണാർഡും വൈറ്റ് സ്റ്റാർ ലൈനും. പുത്തൻ ആശയങ്ങളും പരീക്ഷണങ്ങളുമായി യാത്രികരെ ഞെട്ടിച്ചുകൊണ്ട് ഈ 2 കമ്പനികളും മുന്നേറിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ കുണാർഡ് വേഗം കൂടിയ 2 കപ്പലുകൾ ഇറക്കി. ലുസിറ്റാനിയ മൊറിറ്റാനിയ എന്നായിരുന്നു ആ കപ്പലിന്റെ പേര്. ഈ കപ്പലുകളുടെ വരവ് വൈറ്റ് സ്റ്റാർ ലൈൻ കമ്പനിയെ നല്ലപോലെ ബാധിച്ചു. അവർ ആഡംബര കപ്പലുകൾ ഇറക്കാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ 3 ആഡംബര കപ്പലുകൾ ആണ് ഇറക്കാനായി തീരുമാനിച്ചത്: ഒളിമ്പിക്സ്, ടൈറ്റാനിക്, ജെയിന്റ് ജാറ്റ്ലിംഗ്. ഈ 3 കപ്പലും ദുരന്തത്തിന്റെ നേർചിത്രമായി മാറി എന്നത് മറ്റൊരു ചരിത്രം. ഒളിമ്പിക്സ് മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ച് നശിച്ചുപോയി. ധാരാളം ആളുകൾ മരിച്ചുവെങ്കിലും കപ്പൽ മുങ്ങിയിരുന്നില്ല. ഒളിമ്പിക്സിന്റെ പരാജയങ്ങൾ മനസ്സിലാക്കി ഒരിക്കലും മുങ്ങില്ല എന്ന വിശ്വാസത്തോടെ വന്നതാണ് ടൈറ്റാനിക്. ഏപ്രിൽ മാസം കമ്പനി ടൈറ്റാനിക് എന്ന പേര് പബ്ലിഷ് ചെയ്തു. 1909 മാർച്ച് മാസം 31-ാം തീയതി നിർമ്മാണം തുടങ്ങിയ ടൈറ്റാനിക് 1911 മാർച്ച് മാസം 31-ാം തീയതി പണി കഴിഞ്ഞ് പുറത്തിറങ്ങി. എണ്ണൂറ്റി 82 അടി 9 ഇഞ്ച് നീളവും 175 അടി ഉയരവും 20 ലൈഫ് ബോട്ടുകളുമുള്ള ഈ കപ്പലിൽ 2453 യാത്രക്കാരും 874 ജീവനക്കാരും ഉൾപ്പെടെ 3327 ആളുകൾ ഉണ്ടായിരുന്നു. ആദ്യ യാത്രയുടെ ഡേറ്റ് അനൗൺസ് ചെയ്തിരുന്നു എങ്കിലും കപ്പലിന്റെ എല്ലാ പണികളും തീർന്നിരുന്നില്ല. 1912 ഏപ്രിൽ മാസം 10-ാം തീയതി ഇംഗ്ലണ്ടിൽ നിന്നും കപ്പൽ പുറപ്പെടാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ജീവനക്കാർ രാവെന്നോ പകലെന്നോ നോക്കാതെ മെയിൻ്റനൻസ് വർക്കിൽ ഏർപ്പെട്ടിരുന്നു. ഏറെക്കുറെ ആ ദൗത്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു.
യാത്ര ആരംഭിച്ചതിന്റെ 4-ാം ദിവസം 1912 ഏപ്രിൽ മാസം 14-ാം തീയതി മൂടൽ മഞ്ഞുള്ള ഒരു രാത്രി കപ്പിത്താന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു ഭീമൻ മഞ്ഞുമല പ്രത്യക്ഷപ്പെട്ടു. പരിചയസമ്പന്നനായ കപ്പിത്താൻ കപ്പലിന്റെ ഗതി മാറ്റി വിട്ടെങ്കിലും വേഗത കൺട്രോൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. നേരിട്ട് മഞ്ഞുമലയിൽ ഇടിക്കാതെ സൈഡ് വശമാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ടൈറ്റാനിക്കിന്റെ അടിഭാഗം 300 അടി നീളത്തിൽ മഞ്ഞുമല തുളച്ചു കയറി. വെള്ളം കയറാത്ത 16 അറകളിൽ 5 തൽക്ഷണം തന്നെ തകർന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലെത്തിയ ടൈറ്റാനിക് അപ്പോഴേക്കും അപകടത്തിന്റെ ചൂഴിയിൽ വീണുകൊണ്ടേയിരുന്നു. 705 പേർക്ക് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിച്ചത്. 11:40 സംഭവിച്ച വിപത്തിൽ വെളുപ്പിനെ 2:17 ആയപ്പോഴേക്കും ടൈറ്റാനിക് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. ടൈറ്റാനിക്കിനെ ഇന്ന് നമ്മൾ ഓർക്കുന്നത് ജാക്കിന്റെയും റോസിന്റെയും സ്നേഹസ്മാരകം ആയിട്ടാണ്. ജാക്കിന്റെയും റോസിന്റെയും തീക്ഷ്ണമായ പ്രണയത്തിന്റെ ശേഷിപ്പുകളുടെ ചിത്രങ്ങളും മാതൃകകളും ഇവിടെയുണ്ട്. ഇവിടെ വരുന്നതിന് മുന്നേ ഒരു തവണ ടൈറ്റാനിക് എന്ന സിനിമ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അത് കണക്റ്റ് ആകും. ടൈറ്റാനിക്കിന്റെ കാഴ്ചകളിൽ നിന്നും നമ്മൾ ഇനി എത്തുന്നത് മലയാളത്തിന്റെ തന്നെ തലവര മാറ്റിയ ഗുണ കേവിലേക്കാണ്. ഗംഭീരമായ ആർട്ട് വർക്കാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഗുഹകളിലെ അറ്റ്മോസ്ഫിയർ നല്ല പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കൂടാതെ ഇവിടെ സ്പീക്കർ വെച്ചിട്ട് ഒരു ശബ്ദം കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഞാൻ ആ മ്യൂസിക് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ധാരാളം വവ്വാലുകളും കാടും പടലയും ചിലന്തിവലയും ചെറിയൊരു നീരുറവയും ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ശരിക്കും കിളി പോണ ഐറ്റം. ജാക്കിൻ്റെയും റോസിൻ്റെയും റൊമാൻസും ഗുണ കേവിൻ്റെ കൗതുകവും കണ്ടുവന്ന നമ്മൾ കാത്തിരിക്കുന്നു ഗോസ്റ്റ് ഹൗസ്. ഇതിനുള്ളിൽ കയറിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞാൽ കൊച്ചുകുട്ടികളും പ്രായമായവരും ദയവായി ഇതിനുള്ളിൽ കയറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അപ്രതീക്ഷിതമായി പല കാഴ്ചകളും പല ശബ്ദങ്ങളും കണ്ടേക്കാം. പതറാതെ ഭയക്കാതെ മുന്നോട്ട് പോകുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഗോസ്റ്റ് ഹൗസ് ഉള്ളത്.
Are you scared? I can see you from behind. You can hear me in your mind. Run so fast as you can go. I will catch you before you know. Are you afraid of the dark? പി ബി വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, എന്തെങ്കിലുമൊക്കെ കമൻ്റ് അടിക്കുന്ന കാര്യം കൂടി പരിഗണിക്കുക.